ഹായ് ഓൾ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോവുക, എന്നിട്ട് ഡൗൺലോഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ട് ആദ്യത്തെ ലിങ്ക് ഫ്ലട്ടർ ഡൗൺലോഡ് ഫ്ലട്ടർ SDK അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് തന്നെ നമുക്ക് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ വിൻഡോസ് വേണ്ടി വിൻഡോസ് യൂസ് ചെയ്യണം. ചിലരുടെ മാക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് മാക്ക് എടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വിൻഡോസ് എടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴത്തിൽ സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ 2 ഓപ്ഷൻ ഉണ്ടാവും, യൂസ് VS Code ടു ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ. നമ്മളാണ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ കാണും ഫ്ലട്ടർ വിൻഡോ സ്റ്റേബിൾ വേർഷൻ .zip. ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇതാണെങ്കിൽ 1 GB എത്രയും സൈസുള്ള ഫയലാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് ഡൗൺലോഡായിട്ട് നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡർ വരും. ഇങ്ങനെ ഒരു ഫയലായിരിക്കും വരിക, സിപ്പ് ഫയലായിരിക്കും വരിക. അതാണ് എക്സ്ട്രാക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഓൾ നിൽക്കുക, എക്സ്ട്രാക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ട് ആയിക്കോളാം. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു ഫയലായിരിക്കും വരാം, എക്സ്ട്രാക്ട് ഫയലാണ് വരാം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, Ctrl+C കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോക്കൽ ഡിസ്ക് Cയിൽ പോവുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയി കാണും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഫ്ലട്ടർ എന്നുള്ളത് നമുക്കാണെങ്കിൽ ഇത് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്തിട്ട് ഫ്ലട്ടറിൻ്റെ അടിക്കാം. ഓക്കെ, ഇത് എൻ്റർ ചെയ്യാം. നമ്മൾ സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഫ്ലട്ടറിലെ ബിൻ ഒരു പാത്ത് നമ്മൾ ഈ എൻവയോൺമെൻറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മളാണെങ്കിൽ ബാക്കി ഫ്ലട്ടർ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിനകത്തുള്ള ബിന്നൊരു ഫോൾഡർ ഉണ്ടാവും, അതിൻ്റെ അകത്തേട്ട് വിളിക്കുക. ഈ പാത്ത് ഉണ്ടാവത്തില്ലേ, പാത്താണെങ്കിൽ കോപ്പി ചെയ്യുക, Ctrl+C കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളാണെങ്കിൽ എൻവയോൺമെൻറ്റിൽ പോവാം. ENV എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ താഴത്തെ സെർച്ചിൽ പോയിട്ട് ENV ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എഡിറ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്നുണ്ടാവും, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ പാത്തിൽ നിന്ന് ഓപ്ഷനിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വരും. അതിൽ നമുക്ക് ന്യൂ എടുക്കാം. എന്നിട്ട് ഇവിടെ തന്നെ ആ കോപ്പി ചെയ്ത പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ പാത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ VS Code ഇൻസ്റ്റാൾ ചെയ്തില്ലായിരുന്നോ, അപ്പോൾ ആ VS Code ഓപ്പൺ ആക്കാം. ഇതിലാണ് നമുക്കാണെങ്കിൽ കുറച്ച് എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന സംഭവമുണ്ട്, ഐക്കണുണ്ട്. ഐക്കൺ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഫ്ലട്ടറിന് ടൈപ്പ് ചെയ്യാം. ഫ്ലട്ടറിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാർട്ട് എന്നൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഇതെല്ലാം ഫ്ലട്ടറിൻ്റെ പാക്കേജാണ്. ഡാർട്ടിന് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമാൻഡ് പ്രോംപ്റ്റിൽ പോവാം. ഇവിടെ പോയിട്ട് CMD ടൈപ്പ് ചെയ്താൽ മതി. കമാൻഡ് പ്രോംപ്റ്റിൽ പോവാം, എന്നിട്ട് ഫ്ലട്ടർ വേർഷൻ ടൈപ്പ് ചെയ്യാം. ഫ്ലട്ടർ -. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, അത് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആ പാത്ത് കറക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ വന്നത്.